സംഭവബഹുലമായ ഒരു ദിവസങ്ങൾ കടന്നു പോവുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ വചനം പഠിക്കുവാനും കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കാനും ഒക്കെ നമ്മൾ നിർബന്ധിക്കുമ്പോൾ അതിൽ യാതൊരു വിധമായ വൈമനസ്യം കാട്ടാതെ നമ്മൾ ശ്രദ്ധയോടും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇതാണ്: പ്രാർത്ഥനയിലൂടെ ആത്മീക വളർച്ച. പ്രാർത്ഥനയിലൂടെ നമുക്ക് ആത്മീക വളർച്ച. ഇതിൻ്റെ വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-8 വാക്യങ്ങളാണ്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. അപ്പൊ നമ്മുടെ ചിന്താവിഷയം നമ്മൾ പറയുന്നതുപോലെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ആത്മീക വളർച്ച നേടുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്കറിയാം, ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ രക്തപ്രവാഹത്തിന് ആ പ്രാർത്ഥന ആവശ്യം എന്നതുപോലെ, അല്ലെങ്കിൽ പ്രാണവായു ആവശ്യം. ഒരു മനുഷ്യജീവന്റെ രക്തപ്രവാഹത്തിന് പ്രാണവായു ആവശ്യം എന്നതുപോലെയാണ് ഒരാത്മിക വിശ്വാസ ജീവിതത്തിന് അതിൻ്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഇല്ലെങ്കിൽ നമുക്ക് ആത്മീകമായി വളരുവാൻ കഴിയുകയില്ല. അത് മുരടിച്ചു പോകും എന്ന് നമ്മളെ വേദപുസ്തകത്തിലൂടെയും അനേക വായനയിലൂടെയും സാക്ഷികളിലൂടെയും നമ്മൾ മനസ്സിലാക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പ്രാർത്ഥന പഠിപ്പിക്കുന്നു. കർത്താവ് നമുക്കതിന് ദൃഷ്ടാന്തമാണ്. കർത്താവായ യേശു ഭൂമിയിൽ ആയിരുന്ന സമയമൊക്കെയും പ്രാർത്ഥനയിലായിരുന്നു മുഴുവൻ സമയവും അദ്ദേഹം കണ്ടെത്തിയത്. കർത്താവ് യേശു ക്രിസ്തു മാത്രമല്ല, ശിഷ്യന്മാരെ കൂടെ പഠിപ്പിച്ചു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഫിലിപ്പിയർ 4:6 നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം, സ്തോത്രത്തോടുകൂടെ അറിയിക്കത്ര വേണ്ടത്. അപ്പൊ പ്രാർത്ഥന ഞാനും ദൈവമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ്. ഒരു ഇടയാർന്ന ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ് പ്രാർത്ഥനയിലൂടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഓർമ്മപ്പെടുത്തിയായിരുന്നു, സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞതുപോലെ, യഹോവയുടെ കണ്ണ് നീതിമാന്റെ മേൽ, അവന്റെ പ്രാർത്ഥന അത് അവന്റെ ചെവി, അവരുടെ പ്രാർത്ഥന തുറന്നിരിക്കുകയാണ്. അപ്പൊ കർത്താവിന്റെ കണ്ണും ചെവിയും ഒരു ആത്മീയ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവനോടൊപ്പമുണ്ട്. അവന്റെ പ്രാർത്ഥന കേൾക്കുവാൻ കർത്താവിന് വലിയ ഇഷ്ടമാണ്. അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ കർത്താവിന് വലിയ ഇഷ്ടമാണ്. പ്രാർത്ഥനയ്ക്കുള്ള ധാരാളം വചനങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം 1 വായിക്കുമ്പോൾ, നിങ്ങൾ മടുത്തു പോകാതെ എന്ത് ചെയ്യണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ലൂക്കോസ് 11-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞത്, അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് വരെയും നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. അപേക്ഷിപ്പിൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമ്മുടെ ആത്മിക ജീവിതത്തിന് യാതൊരു മുടക്കം വരാതെ, കലവറ കൂടാതെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കണമെങ്കിൽ ഒന്ന് പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ആത്മീകമായ ശക്തിയെ സംഭരിക്കാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയായിരുന്നു. പ്രാർത്ഥനയിലൂടെ ഒരാത്മീകമായ ശക്തി പ്രാപിച്ചതിന്റെ ഫലമായിട്ടാണ് സാത്താനോട് എതിർത്ത് നിൽക്കുന്ന സാധിച്ചത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരായ ദൈവമക്കളെ, ശുശ്രൂഷകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഫലപ്രദമായി അവർ പ്രവർത്തിക്കേണ്ട എല്ലാവരും ബൈബിൾ പഠിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. ശുശ്രൂഷകരായ നാം ഓരോരുത്തരും, പ്രേക്ഷകരായ നാം ഓരോരുത്തരും, പ്രത്യേക ദൈവമക്കളായിരിക്കുന്ന, ദൈവകൽപ്പന യേശുവിന്റെ വിശ്വാസം കാത്തുന്ന എല്ലാ ദൈവമക്കൾ ആരായിരിക്കണം? വചനം പഠിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ആയിരിക്കണം. ദിനംതോറും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരായി. ദാവീദ് പറഞ്ഞ്, രാവിലെയും ഉച്ചയ്ക്ക് സന്ധ്യയ്ക്ക് ഏത് നേരത്തും എൻ്റെ സങ്കടം ബോധി. ഒരു രാജാവായി, ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും വിട്ടുണ്ടോ? പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, രാവിലെ ഉച്ചയ്ക്ക് സന്ധ്യയ്ക്ക് ഏത് നേരത്തിന്റെ സങ്കടം ഞാൻ ബോധിപ്പിച്ച കാര്യമെന്ന്. കാരണം ആ പ്രാർത്ഥനയിലൂടെയാണ് ദാവീദിന്റെ ജീവിതം ആത്മീയ വളർച്ചയിലെത്തുന്ന കാരണമായി തീർന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മാക്കളുടെ വില അറിയുന്നവർ എല്ലാ സത്യത്തിന്റെയും കോട്ടയിലേക്ക് നമ്മൾ ഓടിക്കയറും.
ആത്മീക സത്യത്തിന്റെ വില നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ആത്മീക സത്യത്തിന്റെ വില അറിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എല്ലായിടത്തും ഓടി എത്തുവാൻ ഇടയായിത്തീരും. നമ്മളെ തടസ്സം ചെയ്യുവാൻ ഒരു ശക്തിയും സാധ്യമല്ല. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു ഇടയാർന്ന ബന്ധം സ്ഥാപിക്കലാണ്. ആ സ്ഥാപിക്കലിലൂടെ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. മിസ്സസ് വൈറ്റ് പ്രകാരം പറയുന്നുണ്ട്, ഭൂമിയിൽ ഒരു ദൈവമക്കളായിരിക്കുന്ന ഒരു ഭവനമുണ്ടോ അല്ലെങ്കിൽ വ്യക്തിയുണ്ടോ, ഒരു 5-10 മിനിറ്റ് എല്ലാ ദിവസവും ആ വീടിനെ സംരക്ഷിക്കുകയും ദൈവത്തിന്റെ ദൂതന്മാര് സംരക്ഷിക്കുകയും പരിപാലിക്കുക ആ ഭവനത്തിൽ കടന്നു വരികയും ചെയ്യും. അതല്ല, കുറച്ചുകൂടെ വൃത്തിയും വെടുപ്പും ആത്മീക വളർച്ച ഭവനത്തിലുണ്ടോ, എപ്പോഴും ദൈവദൂതന്മാരുടെ സന്ദർശനമുണ്ട്. ആ സന്ദർശനമാണ് നമുക്ക് അബ്രഹാമിന്റെ ഭവനം, ഇസ്ഹാക്കിന്റെ ഭവനം, യാക്കോബിന്റെ ഭവനമൊക്കെ എന്ത് ചെയ്തു? ദൈവദൂതന്മാർ കയറി ചെല്ലുവാൻ ഇടയാൻ കാരണം ഒരാത്മിക വളർച്ച അവരിൽ ഉണ്ടായിരുന്നു എന്ന് ദൈവം ചെയ്തു വിലമതിച്ചു. ആ വിലമതിപ്പിന്റെ ഭാഗമായിട്ട് ദൈവദൂതന്മാർ എപ്പോഴും ഭവനത്തിൽ സഞ്ചാരികളായി മാറി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ആത്മീക വളർച്ച നമുക്ക് വേണമോ? പ്രാർത്ഥന നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാർക്ക് അല്ലെങ്കിൽ ദൈവ നിയമത്തിന്റെ നിക്ഷേപം നൽകപ്പെട്ടുള്ളവർക്ക് ഒരു അപ്രിയ സത്യമാണ് നമ്മുടെ കൈവശമുള്ളത്. എന്നറിയാമോ? നിങ്ങൾ ഈ സത്യം ലോകത്തിന് സാക്ഷ്യപ്പെടുത്തേണ്ടതിനാണ്. അപ്പൊ ലോകത്ത് നമ്മൾ സാക്ഷ്യപ്പെടുത്തേണ്ടത് എന്താണ്? സാക്ഷ്യം യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ത്രിവിധ ദൂതുകൾ ലോകത്ത് വെളിപ്പെടുത്തണമെങ്കിൽ ശക്തമായ ആത്മീക വളർച്ച ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ മാത്രമേ കഴിയൂ. ആ ആത്മീക വളർച്ച ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തോട് ഇടയാർന്ന ബന്ധം. ആ ബന്ധം എന്താണ്? പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആത്മീക ശക്തി ആർജിച്ചെടുക്കുന്ന കൊണ്ടും അങ്ങനെ ആത്മീക വളർച്ചയിലൂടെ, ആത്മശക്തിയിലൂടെ ലോകവ്യാപകമായി ദൈവത്തിന്റെ സത്യം ലോകത്തിന് സാക്ഷ്യപ്പെടുത്തുന്ന കൊണ്ടും സാധിക്കും. തക്ക സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ജീവനോട് ജീവൻ അല്ലെങ്കിൽ മരണത്തോട് മരണത്തെ കൂട്ടിച്ചേർക്കുന്ന ഒരു രസക്കൂട്ടാണ് നിങ്ങൾ എന്താണ്? പ്രാർത്ഥിക്കുന്ന ദൈവവേദന. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദനായി നിങ്ങൾ ഈ ഭൂമി നിലകൊള്ളുകയാണെങ്കിൽ ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. ലോകശക്തികൾക്ക്, മാനുഷ്യമായ ശക്തികൾക്ക്, പ്രകൃതി ശക്തികൾക്ക്, സാത്താന്റെ ഒരു ശക്തികൾക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയില്ല. കാരണം നിങ്ങൾ ആത്മീകമായി നിങ്ങൾ ശക്തരാണ്. എങ്ങനെ? പ്രാർത്ഥനയിലൂടെ. ഇന്ന് നമുക്ക് ആ പ്രാർത്ഥന ഒന്നുകൂടെ നമുക്ക് ഒരുപാടൊക്കെ വേണം ശക്തി പ്രാപിക്കുവാൻ. ഈ പ്രാർത്ഥനയിലൂടെ ഒരു ആത്മീക വളർച്ച എൻ്റെ കുടുംബത്തിന്, എൻ്റെ സഭയ്ക്ക്, എൻ്റെ ശുശ്രൂഷയിൽ ഉണ്ടാകുവാനായിട്ട് നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, മനോഹരമായി നല്ല പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗം നല്ല ഒരു അവസരം നൽകിന് ഓർമ്മ പറയുകയാണ്. കർത്താവിൽ നമ്മൾ കേട്ടത് പ്രാർത്ഥനയിലൂടെ ആത്മീക ശക്തി, ആത്മീക വളർച്ച. ഈ ആത്മീക വളർച്ച ദൈവമേ, ഈ 2025 ഈ നാളുകളിൽ ഒരു പ്രാർത്ഥനയിലൂടെ എൻ്റെ കുടുംബം, എൻ്റെ സഭ, എൻ്റെ ശുശ്രൂഷ, എൻ്റെ കുടുംബം ആത്മീയമായ വളർച്ചയിലൂടെ ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു ശക്തിയും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു ആത്മീക വളർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നാകേണ്ടതിന് എന്ന് കർത്താവായ യേശു തൻ്റെ പിതാവിനോട് ലോകമറിയേണ്ടതിന്, ഞങ്ങൾ ഒന്നായി തീരേണ്ടതിന്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയ കൽപ്പന നൽകുന്നത് കൊണ്ട് ആ ഒരു തമ്മിൽ സ്നേഹമുണ്ടാകുവാൻ, ഐക്യത ഉണ്ടാകുവാൻ, ദൈവത്തിൻ്റെ വചനമെന്ന സത്യം ലോകത്ത് വെളിച്ചമായി പകരുവാൻ പ്രാർത്ഥനയുള്ളവരായി, ആത്മീക വളർച്ചയുള്ളവരായി, ആത്മീക ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തെ കീഴടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകലവും താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.